നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോള് രാവിലെ എവിടെ പോയിരുന്നു? ഞാനിവിടെ അന്വേഷിച്ചിരുന്നു, കണ്ടില്ല. എനിക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അച്ഛാ. ഞാൻ വൃന്ദാവനത്തിൽ പോയിട്ടാ വരുന്നത്. അനൂപിന്റെ കാര്യം വലിയ കഷ്ടമായി പോയി. എല്ലാം ഈശ്വരന്റെ ഓരോ പരീക്ഷണങ്ങളായിട്ട് കണ്ടാ മതി. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? അത് അച്ഛാ, ഞാൻ പറയാൻ പോകുന്ന കാര്യം. അങ്കിൾ, അങ്കിൾ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ മോളെ. എടുത്തേം പോയിരുന്നോ അങ്കിളുടെ കൂടെ? ഇല്ല. അനൂപേട്ടൻ എങ്ങനെയുണ്ട് അങ്കിൾ? വലിയ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. നീയും സമയം കിട്ടുമ്പോ അവിടം വരെ ചെന്നൊന്ന് കാണണം കേട്ടോ. അവന്തിയോടും പറഞ്ഞേക്ക്. ഞാനും ചേച്ചിയും പോവാനിരിക്ക. ഉടനെ പോവും. ആ, മോള് പറയാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അച്ഛാ, ഞാൻ പറയുന്ന കാര്യം അച്ഛൻ സമാധാനത്തോടെ കേൾക്കണം. ടെൻഷൻ ആവരുതെന്ന് ഞാൻ പറയുന്നില്ല. അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ ഇത്രയും നാളും ഞാൻ നീട്ടിക്കൊണ്ടുപോയത്. അവന്തിയെടുത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല അച്ഛാ. നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന സ്വഭാവമല്ല അവന്തിയെടുത്തിയുടെ ഉള്ളിലുള്ളത്. എന്താ മോളെ നിനക്ക് അങ്ങനെ തോന്നാൻ? അതച്ഛാ, അർച്ചന പറയ്, അവന്തിക എന്ത് ചെയ്തു? ഓഹോ, അപ്പൊ ഇവളെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നീ മറ്റാരെ ശ്രദ്ധിക്കണ്ട. എന്നോട് പറയാമെന്ന കാര്യം നിനക്ക് ധൈര്യമായിട്ട് പറയാം. അതിന് നീ ആരെയും പേടിക്കണ്ട. അവന്തിയെടുത്തെ കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഏട്ടത്തി എന്ന് പറയുന്നതാ. ഇപ്പൊ ഇവിടെയല്ലേ ഏറ്റു പറയണം. ഇപ്പൊ തന്നെ ഇവിടേക്ക് വന്ന സ്ഥിതിക്ക് അതാ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത്.
എന്താ അവന്തിയെ കാര്യം? എന്താണെന്ന് വെച്ചാ പറയേ. അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അത് രണ്ടാമത്തെ കാര്യം. ആദ്യം ചെയ്ത തെറ്റെന്താണെന്ന് പറയേ. എന്റെ ഒരു ആവശ്യത്തിന് ഞാൻ കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ മറിച്ചു. ഈ കാര്യം ഞാൻ പലതവണ അച്ഛനോട് പറയണമെന്ന് വെച്ചതാ. പക്ഷെ അതിനു മുമ്പ് അർച്ചന. അച്ഛാ, ഞാൻ പറയാമെന്ന്. അർച്ചന, ഞാനല്ലേ തെറ്റിയതേ. അപ്പോ ഞാൻ തന്നെ എല്ലാ അച്ഛനോട് പറഞ്ഞോളാം. അച്ഛാ, എനിക്കറിയാം ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ ചെയ്തതെന്ന്. എന്നാലും മതി. ഈ വീട്ടിൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അതിനെന്താണ് എന്റെ ഉത്തരമെന്ന് എല്ലാവർക്കും അറിയാം. അർഹതയില്ലാത്ത കാശെടുത്ത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെലവാക്കുന്നത് ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. അതറിയാം അച്ഛാ, പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. പണത്തിന് ആർത്തി വന്നാ പിന്നെ ഈശ്വരൻ വിചാരിച്ച പോലും അവരെ രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആർത്തി വന്നുപോയി എന്റെ മരുമോൾക്ക്. അത് നിനക്കും ഈ കുടുംബത്തിനും ഒരുപോലെ അപകടമുണ്ടാക്കുന്നതാ. അതുകൊണ്ട് ഇന്നു മുതൽ നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എല്ലാ ചുമതലകളിൽ നിന്നും നീ ഒഴിയണം. എടുത്ത് തിരിമറി നടത്തിയ പണം 2 ദിവസത്തിനകം തിരികെ വെക്കുകയും വേണം. ഇനി മേലിൽ നെല്ലിശ്ശേരി ഓഫീസിൽ കാലുകുത്തി പോകരുത് നീ. എന്താവശ്യം വന്നാലും അത് എന്നോടൊന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതിന് നീ എന്തിനാ മടിക്കുന്നത്? ആരും അറിയാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ഞാൻ എന്താ നിന്നെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്? ബിസിനസ്സിൽ എന്നൊന്ന് പറയാൻ അനുവദിക്കണം. വേണ്ട, നീ ഒന്നും പറയണമെന്നില്ല. എനിക്കറിയാം അർച്ചനയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന്. അവന്തിയോട് ക്ഷമിക്കാൻ പറയാനും അവന്തിയേക്ക് വക്കാലത്ത് പറയാനും അർച്ചന ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ പറഞ്ഞത് എന്റെ തീരുമാനമാ. അതിന് മുകളിൽ കയറി ആരും സംസാരിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.